ഇവിടെയും കുറച്ച് സൂര്യകാന്തി പൂക്കൾ ഇപ്പം കേട്ടോ. പക്ഷേ ഇതത്ര വലുതൊന്നുമല്ല. ഫുള്ളായിട്ട് 6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തെങ്കാശിക്ക്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നല്ല കാലാവസ്ഥയാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ കുറ്റാലം എന്ന് പറയുന്ന സ്ഥലം കൂടി ഉണ്ട്. നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് 2:30 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ തിരിച്ച് പോകാം, അല്ലെങ്കിൽ 3:30 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് പോകാൻ പാകത്തിനുള്ള കാഴ്ചകളാണ്. ഇതുണ്ടോ, ഈ റോഡ് സൈഡിൽ മുഴുവൻ കരിമ്പനകൾ വച്ച് പിടിപ്പിച്ചേക്കാണ്. ഇതിൻ്റെ ഈ ഇലകൾ ഈ കാറ്റിൽ ആടുന്ന ഒരു ശബ്ദം പ്രത്യേക രസമാണ്. അല്ല, കരിമ്പനകളാണ്, അത്രയും കരിമ്പനകളാണ്. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, ചെറിയ ഉള്ളി ഞാൻ ഇഷ്ടം പോലെ കൂട്ടിയിട്ടേക്കും. അവിടെ കുറച്ച് പേര് വിളവെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കുറേയൊക്കെ ചെറിയ ഉള്ളിയുടെ കൃഷിയുണ്ടാവും. ഭയങ്കര കാറ്റാണ് ഇവിടുത്തെ. കാറ്റടിക്കുന്നതിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ പാട്ടുകുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ അടുത്തെവിടെയാണ് അന്യംപാറ. ചോദിച്ച് പോകും. പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടോ, ചെറിയ ഉള്ളി എന്തൂരം കിടക്കണമെന്ന്. പാട്ടുകുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇളങ്കാറ്റിലാടുന്ന മരങ്ങളുടെ സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇളം കാറ്റാണ്, കണ്ടില്ലേ? ഇഷ്ടംപോലെ ഫ്രഷ് പച്ചക്കറികൾ അത് നിറഞ്ഞതാണ്. ഇഷ്ടംപോലെ ഫ്രഷ് പച്ചക്കറികൾ ഇവിടെ മിക്കവാറും എല്ലാ ലൈസൻസിലും നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പച്ചക്കറി നിർത്തിയിരിക്കുന്ന റോഡ് സൈഡിൽ തന്നെ. സൂര്യകാന്തി പൂക്കളുടെ കാഴ്ചകളാണ്. അത്യാവശ്യം ഒരു വണ്ടി നിറച്ച ആൾക്കാർ ഇവിടെ വന്ന് എൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം വെള്ളപ്പെടുക്കാറാണ്. ഇതൊക്കെ ആദ്യം ഉണ്ടായതായിരിക്കും ഒരു പക്ഷേ. എന്ന വഴിയുടെ വലസൈഡിലായിട്ട് മാവും തോട്ടമാണ്. അതിൻ്റെ സൈഡിൽ ചെടി മുരിങ്ങകൾ കാണുന്നുണ്ടോ, നിറച്ച് മുരിങ്ങക്കായുണ്ട് ഇതിൽ. ശരിക്കും പച്ചക്കറിയുടെ ഒരു കേന്ദ്രം തന്നെ കേട്ടോ ഈ തെങ്കാശി സുന്ദരപാണ്ഡിപുരം പ്രദേശങ്ങളൊക്കെ. പാട്ടുകുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ അന്യംപാറ ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. ആ പ്രദേശത്തെ ഗ്രാമക്കാഴ്ചകളാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററുകളായി നമ്മൾ നടന്നു തുടങ്ങിയിട്ട്. 35-40 മിനിറ്റായിട്ട് നമ്മൾ നടക്കുകയാണ്. ഇതൊരു മാവും തോട്ടമാണ്. ഈ സൈഡിലും അതെ കുറേ വലിയ മാവുകളാണ്. മിക്കവാറും വർഷത്തിൻ്റെ എല്ലാ സമയത്തും ഈ മാവുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഇടവിളയായിട്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകൾ സുന്ദരവും രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇങ്ങോട്ട് മുമ്പോട്ട് നടത്തി വീണ്ടും ഇവിടെ തെങ്ങും തോപ്പുകളായിരുന്നു. ഇവിടെ മാന്തോപ്പുകളാണ്. മിക്കവാറും മാവിലൊക്കെ പൂവുകളും ഉണ്ട്. വലിയ താമസിക്കാതെ ഇവയെല്ലാം മാങ്ങയായി നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിലേക്കൂടെ വരുന്നതായിരിക്കും. ആ വിൻമില്ലുകളുടെ വർക്ക് ചെയ്യുന്ന ശബ്ദമാണ് ആ കേൾക്കുന്ന എരപ്പ്. എത്ര ലൈനാണ് പോയേക്കുന്നതൊക്കെ, ടവർ ലൈനുകൾ 22,000 വോൾട്ടുകൾ പ്രവഹിക്കുന്ന ലൈനാണ്. അവിടെയൊക്കെ ശരിക്കും പ്ലോട്ട് തിരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കും കൂടിയായിരിക്കും ഒരു പക്ഷേ ഇതുപോലെ
തരത്തിൽ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ തമിഴ്നാട്ടിലെ പുതിയ കാലത്തിൻ്റെ കാഴ്ചകളാണ്. കുളം കൃഷിയാണ് താഴെ. അതുപോലെ എരിക്ക നിൽക്കണുണ്ടോ? ഭഗവാൻ ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുഷ്പമാണ് എരിക്കപ്പൂ എന്ന് പറഞ്ഞാൽ. ശിവപൂജയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പുഷ്പമാണ് എരിക്കമ്പൂവ്. ശരി, നിറച്ച് എരിക്കുമുണ്ട്, നിറച്ച് പൂക്കളുമുണ്ട് ഇവിടെ. താഴെ ഓരോരോ കൃഷികൾ, മുളകിൻ്റെ കൃഷിയുണ്ട്, അല്ല വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നിന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുറേ പച്ചക്കറി കൃഷികളുടെ കാഴ്ചകളാണ്. ഇതിൽ മുളകാണ് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ വെള്ളമെടുക്കുകയും അതിൻ്റെ ഇടയ്ക്ക് കള പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിയാണ് കള എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളി തന്നെയാണ്, ചെറിയ ഉള്ളിയാണ് വെള്ളമെടുക്കുന്നത്. ആ മുളകാണ് നിൽക്കുന്നത്. മുളകിൻ്റെ ഇടയ്ക്ക് കൂടെ ഇവർ ഉള്ളിയുടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ വെണ്ടയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വെണ്ട വലുതായിട്ട് നിൽക്കുന്ന വെണ്ടയാണ്. കള പറിക്കുന്നതിനോടൊപ്പം ഈ ഉള്ളി പറിച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പാടത്ത് നെൽകൃഷിയുണ്ട്. അവളിപ്പോൾ അന്യംപാറയുടെ അടുത്ത് എത്താറുണ്ട്. ഈ റോഡിൻ്റെ ഇടതുവശത്തെ കാഴ്ചകളാണിത്. അതായത് നെൽകൃഷിയാണ്. തടാകം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചാണ്. നല്ല കാറ്റ്, അതുകൊണ്ട് നല്ല ശക്തിയായിട്ട് ഓളമുണ്ട്. അതുപോലെ ഈ ഇടതുവശത്ത്, റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നിറച്ച് നെൽകൃഷിയുണ്ട്. തെങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, ഒരു സ്ഥലമൊന്നുമില്ല ഇത് കൃഷി ചെയ്യുന്നതിന്. ഒരു വെള്ള കൃഷിയാണെങ്കിൽ അടുത്ത നെല്ലാണെങ്കിൽ അടുത്ത വെള്ളം ചിലപ്പോൾ ഉള്ളിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നെൽപ്പാടം, ഉള്ളിപ്പാടം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ കൃഷിയുണ്ട്. അതിലൊരു ന്യായമായ സ്ഥലത്തുണ്ട്. നമുക്ക് യാത്ര ദൂരത്തിൽ തന്നെയുണ്ട്. അകലെ വരെ കൃഷിയാണ്. പിന്നെ അതിലിട്ട് തെങ്ങുണ്ട്. കുറേയൊക്കെ നമ്മുടെ കേരളീയമായ കാഴ്ചകൾക്ക് സമാനമായ കാഴ്ചകളാണ് തമിഴ്നാട്ടിലെ ഈ ഭാഗത്തെ കാഴ്ചകൾ. അതൊരു നാടൻ കാഴ്ചകളോട് സാമ്യം തോന്നും. അതിൽ ചെറിയൊരു വ്യത്യാസം ആ ഭിന്നിച്ചുകൾ മാത്രം. ഇതുകൊണ്ടില്ലേ ഈ നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾ നമുക്ക് എന്തോരം എടുത്താലും മതി വരില്ല. പക്ഷെ എന്തോരം നോക്കി എത്ര ഏക്കർ കണക്കിനാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളത്തിന് അന്യം നിന്ന് പോയ കാഴ്ചകളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.